Hello friends, this is Vishnu here. Welcome back to my channel Tips, Tricks and Concepts by Vishnu. So കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ട് I am just receiving a few calls about the queries on CBSE board examination term 1. So direct ആയിട്ട് ഞാൻ നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്. അതായത് I am just thinking of taking a few classes, okay? Special classes for those students, okay? That is especially for CBSE term 1 examination. മറ്റുള്ള കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. സോ ഈ ക്ലാസ്സസിലോട്ട് എന്ന് പറയുമ്പോൾ ഈ ക്ലാസ്സസ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ത്രൂ സൂം ആൻഡ് ദർ വിൽ ബി മിനിമം ഓഫ് 6 hours ഓഫ് ക്ലാസ്സസ്, മിനിമം ഓഫ് 6 hours ഓഫ് ക്ലാസ്സസ്. അതായത് ഞാൻ ഇപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഫിസിക്സ് ആണ് ആൻഡ് ദ ഫിസിക്സ് ബോർഡ് എക്സാം ഈസ് ഓൺ December 10, ഐ നോ. ആൻഡ് വെരി സോറി ടു ഇൻഫോം യു ദിസ് മച്ച് ലേറ്റ്, കാരണം ഞാനിത് പെട്ടെന്ന് തീരുമാനിച്ചതാണ് കൺസിഡറിങ് മൈ ബിസി അവേഴ്സ്. സോ ഒരു മിനിമം ഓഫ് 6 hours ഓഫ് ക്ലാസ്സസ്, മാക്സിമം എന്നാലാവുന്നത് അത്രയും ഓക്കെ ക്ലാസ്സസ് ഞാൻ എടുക്കുന്നതായിരിക്കും. ആൻഡ് ദ ക്ലാസ്സസ് വിൽ ബി ലൈക്ക് ഡിസ്കസിങ് ദ മേജർ സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദ റിലേറ്റഡ് കോൺസെപ്റ്റ്സ്. അതായത് ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കില്ല, അതെങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം, ഓക്കെ ഹൗ ടു ഡു ദോസ് ക്വസ്റ്റ്യൻസ് വെരി മച്ച് ഈസിലി വിത്ത് സർട്ടൻ ടിപ്സ് ആൻഡ് ട്രിക്സ് ആൻഡ് ഓൾസോ ഡിസ്കസിങ് ദോസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദ കൺസെപ്റ്റ്സ് ബിഹൈൻഡ് ദോസ് ക്വസ്റ്റ്യൻസ്. സോ അങ്ങനെ കുറച്ച് നമ്മൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ആസ് ഐ ഹവ് ടോൾഡ് ദർ വിൽ ബി മിനിമം ഓഫ് 6 hours ഓഫ് ക്ലാസ്സസ്. ആൻഡ് അതിനായിട്ട് ഞാനൊരു ചെറിയൊരു ഫീസ് ഞാൻ ഈടാക്കുന്നുണ്ട്. ആൻഡ് ദ ഫീസ് ഈസ് ₹200. സോ അതിൽ ഞാനൊരു ആഡഡ് അഡ്വാൻറ്റേജും കൂടെ തരാം കേട്ടോ. അതായത് ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണ് ആൻഡ് ഇഫ് യു ആർ റെഫറിങ് എ ഫ്രണ്ട് ഫോർ ദ ക്ലാസ് then I will just refund ₹30 for each of your friends. അതായത് നിങ്ങൾ ഷെയർ ചെയ്യുന്ന, നിങ്ങൾ കാരണം ജോയിൻ ചെയ്യുന്ന ഓരോ ഫ്രണ്ട്സിനും ഞാൻ ₹30 വീതം ഞാൻ റീഫണ്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഉടനെ തന്നെ ഓക്കെ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക, ബിക്കോസ് ദ ക്ലാസ്സസ് വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം ടുമോറോ ഓൺവേർഡ്സ്. ഓക്കെ, ഞാൻ നാളെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ ഫീസ് ഉണ്ട്. സോ അതിനായിട്ട് ഈ ക്ലാസ്സിനായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ജസ്റ്റ് SMS യുവർ ഫോൺ നമ്പർ, ഓക്കെ യുവർ വാട്സപ്പ് നമ്പർ ആൻഡ് യുവർ നെയിം ടു ദിസ് നമ്പർ. ഓക്കെ, ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ആൻഡ് ദെൻ ഐ വിൽ റിപ്ലൈ വിത്ത് ദ നമ്പർ ടു വിച്ച് യു ഹാവ് ടു ഗൂഗിൾ പേ ദ ഫീസ്. ഓക്കെ, നിങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ട നമ്പറും കൂടെ ഞാൻ ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പറും കൂടെ ഞാൻ മെസ്സേജ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ദെൻ യു വിൽ ബി ആഡഡ് ടു എ ഗ്രൂപ്പ് ആൻഡ് ഞാൻ നിങ്ങൾക്ക് സൂമിലൂടെ ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. സോ ക്ലാസ്സസ് എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഡെമോ പോലെ ഞാനൊരു 5 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നതായിരിക്കും ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ. സോ നിങ്ങളിപ്പോൾ ഉടനെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീസ് ഷെയർ ദിസ് വീഡിയോ അർജൻറ്റ്ലി ടു ഓൾ യുവർ ഫ്രണ്ട്സ്, ഓക്കെ, സോ ദാറ്റ് ദ നീഡഡ് സ്റ്റുഡൻസ് ഗെറ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് ദിസ് ക്ലാസ്. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. സോ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ സാമ്പിൾ പേപ്പറിൽ, അതായത് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള സാമ്പിൾ പേപ്പേഴ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ്സ് ഗോ ടു ദോസ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 point charges plus 8q and minus 2q are located at x equal to 0 and x equal to L respectively. So 1 point plus 8q which is at 0 and another point at L distance away, അതായത് say point Aയിൽ minus 2q charge, and another point we have to look, that is the point on x-axis at which net electric field is 0 due to these charges. That is ഈ ഒരു പോയിന്റിൽ സേ പോയിന്റ് ബി വേർ ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദീസ് 2 ചാർജസ് ഈസ് 0 അറ്റ് ബി. സോ സപ്പോസ് നമുക്ക് അറിഞ്ഞൂടെ ഈ ഡിസ്റ്റൻസ്, ഈ ബി എവിടെയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. വി ഡു നോട്ട് നോ വേർ ബി ഈസ്. സോ ലെറ്റ്സ് സപ്പോസ് ഇറ്റ് ഈസ് എക്സ് ഡിസ്റ്റൻസ് ഫ്രം എ. സോ നമ്മൾ സാധാരണ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് വി നോ ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ വരുന്നത്? ഒരു പോയിന്റ് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ്, ദാറ്റ് ചാർജ് ഡിവൈഡഡ് ബൈ 4πε0 r സ്ക്വയർ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ഇതേ ഇക്വേഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഹിയർ ദ ചാർജ് ഈസ് 8q ഡിവൈഡഡ് ബൈ 4πε0 r സ്ക്വയർ. ഹിയർ r ഈസ് നത്തിങ് ബട്ട് ഈ ടോട്ടൽ ഡിസ്റ്റൻസ്, അതായത് L പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ, ആൻഡ് ദാറ്റ് ഈക്വൽ ടു അല്ല സോറി വി ഹാവ് മറ്റേ ചാർജിൻ്റെയും കൂടെ എടുക്കണ്ടേ, മറ്റേ ചാർജ്, അതായത് നെറ്റ്
ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0 അറ്റ് ബി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ -2q കാരണമുള്ള ഫീൽഡും കൂടെ എടുക്കണം. സോ -2q കാരണമുള്ള ഫീൽഡ് എന്ന് പറയുന്നത് -2q ഡിവൈഡ് ബൈ 4πε0 ഇൻറ്റു ആർ. അവിടുത്തെ ആർ എന്താണ്? ആർ എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഈ ആർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദ ചാർജ്. സോ ഇവിടുത്തെ ചാർജ് -2q ആണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. സോ അവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ്. സോ x² ദാറ്റ്സ് ഈക്വൽ ടു 0. ഇനി നമുക്കറിയാം ഇവിടുത്തെ ഈ 4πε0യും 4πε0യും അപ്പുറത്തോട്ട് പോകുമ്പോൾ 0 ആവും, കാരണം അത് കോമൺ ആണ്. ഇനി ക്യൂവും 0 കട്ടായി പോവും. പിന്നെ നമുക്കുള്ളത് 8/L + x². പിന്നെ നമുക്ക് അപ്പുറത്ത് ആ -2/x² അപ്പുറത്തോട്ട് എടുക്കാം, മീൻസ് RHSലോട്ട് എടുക്കാം. സോ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 2/x², അല്ലേ? -2 അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും. ആൻഡ് വി വിൽ ഗെറ്റ് ഇറ്റ് കട്ട് ആസ് 4. ഓക്കെ, സോ ഇറ്റ് ഈസ് നൗ 4x² ഈസ് ഈക്വൽ ടു L + x², അല്ലേ? Now this is the equation by cross multiplying. So നമുക്ക് ഇത് സ്ക്വയർ ആയിട്ട് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സോ ലെറ്റ്സ് ടേക്ക് ദ സ്ക്വയർ റൂട്ട് നൗ ഇറ്റ് സെൽഫ്. അതാണ് ഈസി മെത്തേഡ്. അല്ലാതെ ഇത് സോൾവ് ചെയ്യാൻ നിൽക്കരുത്. വി ഷുഡ് നെവർ സോൾവ് L + x² ആസ് L² + 2LX + x², കാരണം ദാറ്റ് വിൽ മേക്ക് ഇറ്റ് മോർ കോംപ്ലെക്സ്. പക്ഷേ കാരണം ഇവിടെ തന്നെ നമുക്ക് സ്ക്വയർ റൂട്ട് എടുക്കാൻ പറ്റും, കാരണം 4 is a square number. So taking square root on both sides, we will get it as 2x equal to L + x. So L is equal to 2x minus x, that's equal to x. So x എന്ന് പറയുന്ന ഡിസ്റ്റൻസ് L ആണെന്ന് നമുക്ക് കിട്ടി. So they are asking the point on x axis at which net electric field is 0 due to these charges is എന്നാണ് ചോദ്യം. അതായത് ഈ ഓയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾക്ക് എടുക്കേണ്ടത്. ആൻഡ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് OB ഈസ് നത്തിങ് ബട്ട് L + L, ദാറ്റ് ഈസ് ഈക്വൽ ടു 2L. ആൻഡ് സോ ദ ആൻസർ വിൽ ബി 2L. Next question. Electric dipole of moment P is placed parallel to a uniform electric field. Amount of work done in rotating the dipole by 90 degree is. അതായത് ഇങ്ങനെ ഒരു ഡൈപോൾ ഉണ്ട്, അതിനെ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. സോ ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. സോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത്, ഓക്കെ, ഫ്രം എനി ആംഗിൾ ടു എനി ആംഗിൾ. അതിനൊരു കോമൺ ഇക്വേഷൻ ഞാൻ പറഞ്ഞു തരാം, ഒരു കോമൺ ഫോർമുല ഞാൻ പറഞ്ഞു തരാം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു PE ഇൻറ്റു cos θ1 മൈനസ് cos θ2. അതായത് θ1 എന്ന് പറയുന്ന ഒരു ആംഗിളിൽ നിന്ന് θ2 എന്ന് പറയുന്ന ഒരു ആംഗിളിലേക്ക്, അതായത് വിത്ത് റെസ്പെക്ട് ടു ഇലക്ട്രിക് ഫീൽഡ് ആണ് കേട്ടോ ഈ തീറ്റ എന്നുള്ളതെന്ന് പറയാം. ആ ആംഗിൾ വിത്ത് ദ ഇലക്ട്രിക് ഫീൽഡ്, ആംഗിൾ ഓഫ് ഡൈപോൾ മൊമെൻറ്റ് വിത്ത് ദ ഇലക്ട്രിക് ഫീൽഡാണ് ഞാൻ പറയുന്നത്. സോ അങ്ങനെ ഒരു ഷിഫ്റ്റിന് ആവശ്യമായിട്ടുള്ള, റൊട്ടേഷൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ ആണ് ഈ ഫോർമുല. സോ ഇവിടെ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ വി ഹാവ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു PE ഇൻറ്റു cos θ1. θ1 എന്ന് പറയുന്നത് electric dipole is placed parallel to the uniform electric field. So θ1 will be 0. So cos 0 minus θ2 എന്താണ് 90 degree, cos 90 degree, and that will be PE into cos 0 is 1 and 1 minus cos 90 is 0, and that is PE. So the answer is PE. Capacitor plates are charged by a battery with V volts. After charging, battery is disconnected and a dielectric slab with dielectric constant K is inserted between its plates. The potential across the plates of the capacitor will become. So, ഇങ്ങനെയുള്ള കേസുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, ദിസ് ഇസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ കോമൺ ക്വസ്റ്റ്യൻ. സോ ഇങ്ങനെയുള്ള കേസസിൽ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെദർ ബാറ്ററി is still connected or it has been disconnected. So here the battery is disconnected. Okay, so battery disconnect ചെയ്താലുള്ള കേസുകളിൽ that charge on the capacitor plates remains unchanged. Okay, that is the charge Q over the plates will be constant, and that will be equal to the net charge provided by the battery. അതായത് വേറെ ഒന്നുമില്ല, കോംപ്ലിക്കേറ്റഡ് ആക്കാനൊന്നുമില്ല, ആ ഒരു എത്ര ചാർജാണോ ആ ഒരു കപ്പാസിറ്റേഴ്സിന് കൊടുത്തത് അതിനോട് ഈക്വൽ ആയിരിക്കും, അതായത് അതിലൊരു ചേഞ്ചും വരില്ല. ആൻഡ്
വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ്? അതായത് നമ്മൾക്കൊരു കപ്പാസിറ്റർ പ്ലേറ്റ് ഉണ്ട്, അതിൻ്റെ ഇടയിലോട്ടാണ് ഈ സ്ലാബ് വെച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നെറ്റ് കപ്പാസിറ്റൻസ് എന്തായിരിക്കും? ദ സി ഡാഷ്, അതായത് ന്യൂ കപ്പാസിറ്റൻസ് വിൽ ബി കെ ടൈംസ് ദ പ്രീവിയസ് കപ്പാസിറ്റൻസ്. ഓക്കെ, കേസ് ഇൻറ്റു സി. ഓക്കെ, സി എന്ന് പറയുന്ന ഇനീഷ്യൽ കപ്പാസിറ്റൻസ്. ഓക്കെ, ആൻഡ് ദെൻ വാട്ട് വിൽ ബി ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? അതാണ് ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസിലുള്ള ചേഞ്ച് എങ്ങനെയായിരിക്കും? ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസിലുള്ള ചേഞ്ച്. പൊട്ടൻഷ്യൽ ഡിഫറൻസിലുള്ള ഫോർമുല Q/C. കാരണം നമുക്കറിയാം Q = CV. ഞാൻ പറഞ്ഞു Q റിമെയിൻസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇനീഷ്യലി നമ്മളുടെ V എന്ന് പറയുന്നത് Q/C ആണ്. ഇനി V ഡാഷ് അതാണ് നമ്മൾക്ക് കാണേണ്ടത്. ആൻഡ് ദാറ്റ് വിൽ ബി Q/KC. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു V/K. കാരണം V എന്ന് പറയുന്നത് ഇവിടെയുണ്ട് നമ്മളുടെ കയ്യിൽ Q/C. സോ ഇത്രയും ഭാഗം നമ്മളുടെ കയ്യിലുണ്ട്. സോ V/K. സോ V/K ഇസ് ദ ആൻസർ 3. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ കാണുമ്പോൾ കുറേ കുട്ടികളെ കൺഫ്യൂസ് ആക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് ഈസി ആയിട്ട് ചെയ്തു തരാം. ഇക്വാലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് B ഈസ്. ഓക്കെ, ഞാനത് തെളിച്ച് എഴുതിയിട്ടുണ്ട് ഏതൊക്കെയാണ് ആ റെസിസ്റ്റൻസസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ നമ്മൾ കോമൺ പോയിൻറ്റ്സിന് ഒരു പൊട്ടൻഷ്യൽ മാർക്ക് ചെയ്യണം. അതായത് ഒരു വയറിൽ ഏതൊരു പോയിൻറ്റും അവിടെ ഇടയ്ക്ക് റെസിസ്റ്റേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതായത് ഇതുവരെ ഈ ഒരു പോയിന്റ് ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റ് വരെ പൊട്ടൻഷ്യൽ എല്ലാം സെയിം തന്നെയാണ്. അതായത് ഹിയർ ഇഫ് യു ലുക്ക് അറ്റ് ദ ഡയഗ്രാം, ഈ ബി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും ഇവിടെയും, ആൻഡ് വേറെ എവിടെയും ആ ഒരു ബി പൊട്ടൻഷ്യൽ വരില്ല. പക്ഷേ എ എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഇവിടെ വരും, ഇവിടെയും വരും. സോ ഇതിൻ്റെ റിസൾട്ടൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് എങ്ങനെ ഇരിക്കും? ഓക്കെ, സപ്പോസ് ഇത് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമുക്ക് ഇതിനെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സോ വി ഹാവ് 8 ohm റെസിസ്റ്റൻസ് ഹിയർ ആൻഡ് ദെൻ 3 ohm റെസിസ്റ്റൻസ്. ഓക്കെ, 3 ohm റെസിസ്റ്റൻസ് ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് പാരലി. അതല്ലേ, ഇപ്പോൾ സേ ദിസ് പോയിന്റ് ഇസ് സി. അപ്പോൾ ഇതാണ് സി എന്ന് വെച്ചോ. അതേ സിനോട് അക്രോസ് ആയിട്ടാണ് നമ്മളുടെ 6 ohm റെസിസ്റ്റൻസും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് 6 ohm റെസിസ്റ്റൻസ്. ഓക്കെ, ആൻഡ് ദ അതർ 30 ohm റെസിസ്റ്റൻസ് ഈസ് പാരലൽ ടു ഓൾ ദീസ്. കാരണം അത് എ ബിയിനോട് അക്രോസ് ആണ്. ഓക്കെ, ഇത് എ, ഇത് ബി. ഓക്കെ, സോ ദ ഡയഗ്രാം വിൽ ബി ലൈക്ക് ദിസ്. സിംപ്ലിഫൈഡ് ഡയഗ്രാം എന്ന് പറയുന്നത് ഇതാണ്. ഇനി നിങ്ങൾക്ക് സോൾവ് ചെയ്യാലോ ഈസി ആയിട്ട്. അതായത് 6ഉം 3ഉം പാരലാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള ഈസി ആയിട്ടുള്ള ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ ആണെങ്കിൽ നമുക്ക് ഒരു ഫോർമുല 1/Rp = 1/R1 + 1/R2. അപ്പോൾ ഞാൻ പഠിപ്പിച്ചു തരുന്ന ഒരു സെക്കൻഡ് ഫോർമുല R1 × R2 / R1 + R2. Okay, and this is a very easy formula to be used in such MCQs. Okay, so 6 × 3 by 6 + 3, that is 9, and that is 2. Okay, 6 × 3 18, 18/9 2. So ഇത് totally 2 ആണ്. ഇനി ഈ 8ഉം 2ഉം സീരീസ് അല്ല. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, 30 ohm. Okay, it will be 30 and 8 + 2 is 10. Okay, 8 + 2 is 10. സോ ഇങ്ങനെയായിരിക്കും നമ്മളുടെ റിസൾട്ടൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. സോ 30 and 10 in parallel. Again, using the same equation, we will get 30 × 10 / 40. Okay, അപ്പോൾ 30/4, അപ്പോൾ 15/2 ആണ്. 15/2 എന്ന് പറയുമ്പോൾ 7.5 ohm will be the answer. 2 wires of same length are shaped into a square of side A and a circle of radius R. If they carry same current, the ratio of their magnetic moment is. So മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നതിനുള്ള ഇക്വേഷൻ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ കാണാൻ പറഞ്ഞത് അതിൻ്റെ ഒരു ജനറൽ ഫോമുല എഴുതുക. സോ മാഗ്നറ്റിക് മൊമെൻറ്റ് = NIA. ഓക്കെ, സോ ഹിയർ A is the area, I is the current, and N is the number of turns. സോ നമ്മൾ ഇവിടെ ഒരൊറ്റ ടേണേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതായത് 2 ഒരേ ലെങ്ത്തുള്ള, ഓക്കെ, സേ L ലെങ്ത്തുള്ള വയേഴ്സ് എടുത്തു, ഒരെണ്ണത്തിനെ A സൈഡുള്ള സ്ക്വയർ ആക്കി മാറ്റി. ഓക്കെ, ആൻഡ് മറ്റൊന്നിനെ R എന്ന് പറയുന്ന റേഡിയസ് ഉള്ള സർക്കിളാക്കി മാറ്റി. സോ ഇവിടെ 4A = L ആണ്. ഓക്കെ അല്ലേ, കാരണം ഒരു വയറ് മടക്കി വെച്ചേക്കാണ്. ഇറ്റ് ഈസ് ലൈക്ക് ഇൻറ്റു സ്ക്വയർ ഓഫ് സൈഡ് A. സോ A = L/4. ഓക്കെ, നമുക്ക് കാണേണ്ടുന്ന ഏരിയയാണ്. കാരണം കറണ്ട് സെയിം ആയിരിക്കും, നമ്പർ ഓഫ് ടേൺ ഒന്നേ ഉള്ളൂ. സോ ഏരിയയിലാണ് ഡിഫറൻസ് വരുന്നത്.
ഇനി നമ്മുടെ ആ റേഡിയസ് എന്ന് പറയുന്നതിൽ എങ്ങനെ പറയും? ആ സർക്കംഫറൻസ്, അതായത് 2πr ആണ് എൽ എന്ന് പറയുന്നത്. സോ ആർ ഈസ് ഈക്വൽ ടു എൽ ബൈ 2π. ഇനി നമ്മൾ ആ ഏരിയയിലുള്ള റേഷ്യോ കാണുന്നു. സോ ദാറ്റ് ഈസ് റേഷ്യോ ഓഫ് ദിയർ മാഗ്നറ്റിക് മൊമെൻറ്റ്, അതായത് സ്ക്വയർ ഈസ് ടു സർക്കിൾ. സ്ക്വയർ ഈസ് ടു സർക്കിൾ ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ ഏരിയ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ, സൈഡ് സ്ക്വയർ ആണ് സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. സോ എൽ സ്ക്വയർ ബൈ 16 divided by, that is ratio അല്ലേ, സർക്കിൾ, പൈ ആർ സ്ക്വയർ, പൈ ഇൻറ്റു എൽ സ്ക്വയർ ബൈ 4π സ്ക്വയർ. ഓക്കെ, സോ ഈ സ്ക്വയറും പൈയും ക്യാൻസലായി, എൽ സ്ക്വയർ ക്യാൻസലായി, 4ഉം 16ഉം ക്യാൻസലായി. സോ റിസൾട്ടൻ ആൻസർ എന്ന് പറയുന്നത് 1/4 divided by 1/π, and that is pi is to 4. Okay, so 3 will be the answer. So that's all about this demo class, and please share this video with your friends, and interested students, please join. Thank you.